അങ്ങനെ ഗൈസ് ഞങ്ങളിത് അശ്വിനീൻ്റെ അടുത്തും കല്യാണിൻ്റെ അടുത്തൊക്കെ ടാറ്റാ ബേബേ പറഞ്ഞിട്ട് വലിയച്ഛൻ്റെ വീട്ടിലേക്ക് പോവാണ്. കട്ടയാണ് കൊണ്ടാക്കി തരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെ ചോദിച്ചു കാർ അവിടെ പോയി, നിങ്ങൾ ഓട്ടോയിൽ എന്താ പോയെന്ന്. കാറിൻ്റെ ടയറിന് നൈസായിട്ടൊരു പണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പണി കഴിയാതെ എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഓട്ടോയിൽ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. നട്ടക്കൊന്തിരി വെയിലത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ കണ്ണേട്ടൻ എന്താ, അതായത് എൻ്റെ പാപ്പൻ്റെ മോനാണ് കണ്ണേ. അപ്പോൾ ഇവരെ കണ്ടപാട് വേഗം ഓടി വന്നിട്ടോ കൂട്ടാൻ വേണ്ടിയിട്ട്. അല്ലുനും തുമ്പിക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അങ്ങോട്ട് പോണത്. കാരണം ഒന്ന് വെക്കേഷനാണ്, പിന്നെ വീട്ടിലാകുമ്പോൾ ആരും കളിക്കാനൊന്നുമില്ല. ഇവിടെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. ഇത് പിന്നെ അനിയത്തിൻ്റെ മോനാണ്, ചെറുതാണ് കേട്ടോ. വലുത് ഓളെ വീട്ടിലാണ്, ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും പാടെ ആയപ്പോൾ ശരിക്കും ഒരു വെക്കേഷൻ മൂഡായിരുന്നു ഇവർക്ക്. അച്ഛമ്മയുടെ 16ആണല്ലോ, അപ്പോൾ അതിൻ്റെ തലേന്ന് ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് ഇവരെ രണ്ടുപേരും ഡീൽ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കൊക്കെ ആണെങ്കിൽ കൂടിയും പാവല്ലേ വെച്ചിട്ട് ഞാൻ രണ്ടുപേരും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് അവിടെ പോയാൽ ഇവർ രണ്ടാളും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ഇവിടെ അമ്മയും അച്ഛമ്മയും അതുപോലെ കല്യാണിയും എല്ലാവരും ഉണ്ടാകുമ്പോൾ എനിക്ക് അങ്ങനെ വലിയൊരു ടാസ്ക് വരാറില്ല. അപ്പോൾ ഒറ്റയ്ക്ക് രണ്ടുപേരെയും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. പക്ഷെ എന്നാലും പാവം തോന്നിയപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയതാണ്. എന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ഭയങ്കര അല്ലുട്ടനായിരുന്നു. എവിടെ ഇരിക്കുന്നില്ല, ഫുള്ള് പരോളിൽ വന്ന ഫീലായിരുന്നു. ഇവിടെ ആകുമ്പോൾ കളിക്കാനൊന്നും അധികം ആരുമില്ലല്ലോ. ഈ ബോയ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ അവന് ഭയങ്കര സന്തോഷമാണ് കളിക്കാൻ വേണ്ടിയിട്ടേ. അങ്ങനെ അവിടുന്ന് ഇവരും എല്ലാവരും കൂടെ ഭയങ്കര കളി, ഒരു വെക്കേഷൻ മൂഡ് തന്നെയായിരുന്നു എന്ന് പറയാം അവർക്ക്. അങ്ങനെ അതിൻ്റെ ഇടയിൽ അല്ലൂട്ടൻ്റെ പല്ല് പോയി ഗൈസ്. അല്ലൂട്ടൻ്റെ ആദ്യത്തെ പല്ല് നമ്മളെ കയ്യിൽ എത്തിയിരിക്കുകയാണ്. കണ്ടോ, അതാ കുഞ്ഞിപ്പല്ല്. കേടൊന്നുമില്ലായിരുന്നു, പക്ഷേ ടൈം ആകുമ്പോൾ അങ്ങനെ പോവുമല്ലോ അങ്ങനെ. അപ്പോൾ ആദ്യം ഇളകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അപ്പുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവിടെ നിന്നു. 16ൻ്റെ ചടങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരാണ് കേട്ടോ. കണ്ണേട്ടൻ ഞങ്ങൾ എവിടെ വരെ വന്ന് യാത്രയാക്കിയിട്ട് പോവാണ്. കണ്ണേട്ടനെ വിട്ട് പോകാനൊരു സങ്കടമാണ് കേട്ടോ. അല്ലൂട്ടൻ കുറേ പറഞ്ഞു ഞാൻ അവിടെ നിൽക്കട്ടെ എനിക്ക് അങ്ങനെ നിർത്തി പോരാനൊക്കെ പേടിയാണ് കേട്ടോ. അപ്പോൾ തുമ്പമ്മയ്ക്ക് പിന്നെ അങ്ങനെ വലിയ ടാസ്ക് ഒന്നുമില്ല, ഓക്കെ എടുത്തിയാലോ ഓക്കെയാണ്. പക്ഷെ അല്ലുവിനായിരുന്നു ഭയങ്കര സങ്കടേ. ഇനിയിപ്പോൾ വീട്ടിലെത്തി അവിടെ ഹെയ്സും കട്ടയും കല്യാണമൊന്നുമില്ല. കല്യാണീൻ്റെ വീട്ടിൽ പോയതാണ്. അന്ന് വോട്ടുണ്ടല്ലോ, അതിന് വേണ്ടി പോയതാണ്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അവർ വരുള്ളൂ. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലേക്ക് പോട്ടെ. ഇനി അല്ലുവും തുമ്പിയൊക്കെ ഒരു ഉറക്കത്തിൻ്റെ ഇതിലാണ് കേട്ടോ. ഇനി വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ. ബായ്.